എല്ലാവരെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പാരലൽ ലൈൻസ് എന്ന പാഠമല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഇന്ന് പഠിക്കാൻ പോകുന്നത് ട്രയാങ്കിൾ ഡിവിഷൻ. ഇവിടെ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഞാൻ BC എന്ന് പറയുന്ന ഒരു വശത്തിന് പാരലലായിട്ട് ഒരു ലൈൻ വരച്ചു. ഇതിന് ഞാൻ ഈ പോയിന്റിന് P എന്നും ഇതിന് Q എന്നും പേര് കൊടുക്കുന്നു. അപ്പം BCക്ക് പാരലലാണ് PQ. അപ്പോൾ ത്രികോണത്തിൻ്റെ മറ്റ് രണ്ട് വശങ്ങളെ ABയെ Pയിലും ACയെ Qയിലും ഈ വര കട്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ APയും PBയും തമ്മിലും AQവും QCയും തമ്മിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ Aയിൽ കൂടിയും ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഞാൻ Aയിൽ കൂടി ഒരു പാരലൽ ലൈൻ വരച്ചു. PQ കുറച്ച് നീട്ടി. ഇനി നിങ്ങൾ നോക്കിക്കേ, APയും PBയും AQയും QCയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എത്ര പാരലൽ ലൈൻസ് ഉണ്ട്? 3 പാരലൽ ലൈൻസ് ഉണ്ട്. 3 or more parallel lines cut any 2 lines in the same ratio. 3 അതിലധികമോ സമാന്തര വരകൾ ഏത് 2 വരകളെയും മുറിക്കുന്നത് ഒരേ അംശബന്ധത്തിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്ത് വരും? AP/PB = AQ/QC. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഈ ത്രികോണത്തിൻ്റെ ഇടതുവശമല്ലേ AB ഈ 3 സമാന്തര വരകളെയും കട്ട് ചെയ്യുന്നില്ലേ. അപ്പോൾ AP/PB എന്തിന് തുല്യമാണ്? പിന്നെ ഒരു AC ഈ 3 സമാന്തര വരകളെയും കട്ട് ചെയ്യുന്ന ഒരു ചരിഞ്ഞ വരയല്ലേ. അത് ത്രികോണത്തിൻ്റെ ഏത് വശമാണ്? വലതുവശമല്ലേ. അപ്പോൾ പിന്നെ ഈ റേഷ്യോ എന്താണ്? കട്ട് ചെയ്യുന്ന AQ/QC. അപ്പോൾ AP/PBയും AQ/QCയും തുല്യമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. AP/PB = AQ/QC. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പറയാം? ത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തിന് സമാന്തരമായ ഒരു വര വരച്ചാൽ അത് മറ്റ് 2 വശങ്ങളെയും ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. ഈ സമാന്തര വര ത്രികോണത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്കറിയാം എങ്ങനെ പറയാം? ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ ഡ്രോൺ പാരലൽ ടു എ സൈഡ് കട്ട്സ് അതർ 2 sides ഇൻ ദി സെയിം റേഷ്യോ. നമ്മൾ നേരത്തെ ഈ BCക്ക് പാരലൽ ലൈനാണ് ഈ ത്രികോണത്തിൽ ഇവിടെ വരച്ചത് അല്ലേ. ഇത് BCക്ക് തന്നെ പാരലൽ ലൈൻ വരയ്ക്കണം എന്നില്ല. പിന്നെ ACക്ക് പാരലലായിട്ട് ഒരു ലൈൻ വരച്ചു, PQ. അപ്പോൾ ഇത് ACക്കാണ് പാരലൽ അല്ലേ. അപ്പം മറ്റ് 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കും. അപ്പോൾ എന്ത് വരും? BQ/QC. ഇവിടെ എന്ത് വരും? BQ/QC = BP/PA. ഇനി ഇവിടെ ABക്ക് പാരലലായിട്ടാണ് ഒരു ലൈൻ ത്രികോണത്തിൽ വരയ്ക്കുന്നത്. ഇതാണ് PQ എങ്കിൽ നമുക്ക് ഇവിടുത്തെ പിന്നെ റേഷ്യോ എങ്ങനെ പറയാം? എന്ത് വരും? CP/PB = CQ/QA. ഇത് ABക്ക് സമാന്തരം പാരലലായിട്ടാണ് ഈ ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പം മറ്റ് 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് തിരിച്ചു പറഞ്ഞാൽ ശരിയാണോ എന്നാണ് നോക്കുന്നത്. അതായത് ത്രികോണത്തിൻ്റെ 2 വശങ്ങളെ ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്നു. പിന്നെ അംശബന്ധത്തിൽ മുറിക്കുന്ന പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അത് യോജിപ്പിക്കുന്ന വര 3ാമത്തെ വശത്തിന് സമാന്തരമാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ത്രികോണം വരച്ചിട്ടുണ്ട്. ഇതിലെ AB 6 സെൻറ്റിമീറ്ററാണ്, AC 7.5 സെൻറ്റിമീറ്ററുമാണ്. അപ്പം ഞാൻ Aയിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ അകലെ ഒരു പോയിൻ്റ് P അടയാളപ്പെടുത്തി. അപ്പോൾ ഇത് 2ഉം ഇത് 4ഉമാണ്. ഇനി Aയിൽ നിന്ന് ഈ സൈഡിൽ 2.5 സെൻറ്റിമീറ്റർ അകലത്തിൽ Q അടയാളപ്പെടുത്തി. അപ്പോൾ ഇതെത്ര വരും? മൊത്തം 7.5 ആണ്. അപ്പോൾ ഇതെത്ര വരും? 5 അല്ലേ. അപ്പോൾ അല്ലേ 7.5 ആകുന്നത്. അപ്പോൾ ഈ AP/PB എന്തായിരിക്കും? AP/PB = 2:4 അല്ലേ.
നമുക്ക് 2 കൊണ്ട് ഇത് വെട്ടി ചെറുതാക്കാമല്ലോ. അപ്പോൾ 2ൽ 2 ഒരു പ്രാവശ്യം, 4ൽ 2. അതായത് ഇത് ഈ റേഷ്യോ 1:2 ആണ്. അതേപോലെ തന്നെ AQ ഈസ് ടു QCയും എന്തായിരിക്കും? ഇത് C ആണ്. 2.5 ഈസ് ടു 5. ഇതിനെ നമുക്ക് 2.5 കൊണ്ട് വെട്ടിച്ചെറുതാക്കാം. 2.5ൽ 2.5 ഒരു പ്രാവശ്യം. 2.5നെ 2 കൊണ്ട് ഗുണിച്ചാലല്ലേ 5 കിട്ടുന്നത്. 2 10 1 ബാക്കി അല്ലേ. അപ്പോൾ ഇവിടെ 2. അതായത് ഈ ത്രികോണത്തിൽ AB ഈ 2 വശങ്ങളും 1:2 എന്ന റേഷ്യോയിൽ ഭാഗിക്കുന്ന പോയിൻറ്റ്സ് ആണ് Pയും Qയും. ഈ PQ യോജിപ്പിക്കുന്ന ലൈൻ, ഈ PQ ഏതിന് സമാന്തരമാണ്? പാരലലാണ്. BCക്ക് പാരലലാണ്. അതായത് നമ്മൾ നേരത്തെ തിരിച്ചു പറഞ്ഞാലും ശരിയാണ്. AB AC എന്നീ 2 വശങ്ങളെ ഒരേ റേഷ്യോയിൽ ഭാഗിക്കുന്ന പോയിൻറ്റ്സ് ആണ് Pയും Qയും. Pയും Qയും യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ സൈഡായ BCക്ക് പാരലൽ ആയിരിക്കും. അപ്പം നമുക്കതെങ്ങനെ പറയാം? എ ലൈൻ വിച്ച് ഡിവൈഡ്സ് 2 sides ഓഫ് എ ട്രയാങ്കിൾ in the same ratio is parallel to third side. അപ്പം നമ്മൾ ആദ്യം പഠിച്ച എന്തായിരുന്നു? എ ലൈൻ ഡ്രോൺ പാരലൽ ടു എ സൈഡ്, അതായത് ഈ സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. കട്ട്സ് അതർ 2 sides in the same ratio. PQ പാരലൽ ടു BC. അപ്പോൾ AP/PB ഈക്വൽ ടു AQ/QC. അത് തിരിച്ചു പറഞ്ഞാലും ശരിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ട്രയാങ്കിളിൽ AP/PBയും AQ/QCയും ഈക്വൽ ആണെങ്കിൽ PQ എന്ന വര BCക്ക് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇനി ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ഈ സൈഡ് 8 cm ആണ്, ഇത് 6 cm ആണ്. അപ്പം ഞാൻ ABയുടെ മിഡ് പോയിൻ്റ് 4 cm ആയിരിക്കുമല്ലോ. ഇവിടെ P എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തി. ഇനി ഇവിടെ ACയുടെ മിഡ് പോയിൻ്റ് Q എന്ന് പറയുന്ന പോയിൻ്റും അടയാളപ്പെടുത്തി. അപ്പോൾ ഇത് 4ഉം ഇത് 3ഉം ആയിരിക്കും. അപ്പോൾ ഈ PQ യോജിപ്പിക്കുന്ന ലൈൻ ഇത് PQ BCക്ക് സമാന്തരമാണ്, പാരലലാണ്. ഈ PQവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് BCയുടെ ലെങ്തിൻ്റെ പകുതിയായിരിക്കും. അതായത് ഹാഫ് BC. 7ൻ്റെ പകുതി എത്രയാണ്? 3.5 ആയിരിക്കും. അതായത് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, അതിൽ ABയുടെ മിഡ് പോയിൻ്റാണ് P, ACയുടെ മിഡ് പോയിൻ്റാണ് Q. അപ്പം Pയും Qയും കൂടി യോജിപ്പിക്കുന്ന ലൈൻ BCക്ക് പാരലലും ആയിരിക്കും, BCയുടെ പകുതിയും ആയിരിക്കും. അത് നമുക്ക് എങ്ങനെ പറയാം? The length of line joining midpoints of 2 sides of a triangle is half the length of the third side. ഇനി ഉള്ള പ്രോബ്ലം ചെയ്യാനൊക്കെ വളരെ ആവശ്യമുള്ള ഒരു തത്വമാണിത്. പിന്നെ പേജ് 91 പറഞ്ഞിരിക്കുന്ന അടുത്തൊരു കാര്യം, ഇവിടെ ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിൽ നമുക്ക് ABC എന്ന് പേര് കൊടുക്കാം. എയിൽ നിന്ന് BCയിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു, അതായത് 90 ഡിഗ്രിയാണ്. ബിയിൽ നിന്ന് ഇങ്ങോട്ടും എന്ത് വരച്ചു? ഒരു പെർപെൻഡിക്കുലർ വരച്ചു. പിന്നെ സിയിൽ നിന്ന് ഇങ്ങോട്ടും ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇതും എത്രയാണ്? 90 ഡിഗ്രി. ഇങ്ങനെ എല്ലാ വെർട്ടിസസിൽ നിന്നും, ഇപ്പോൾ എ എന്ന വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചു, ബി എന്ന വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു, സി എന്ന വെർട്ടെക്സിൽ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഇത് ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കൂട്ടിമുട്ടും. അതാണ് പറയുന്നത്. ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദി പെർപെൻഡിക്കുലേഴ്സ് ഫ്രം ദി വെർട്ടിസസ് ടു ദി ഓപ്പോസിറ്റ് സൈഡ്സ് പാസസ് ത്രൂ എ സിംഗിൾ പോയിന്റ്. അതായത് ഏത് ത്രികോണത്തിലും ഓരോ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബങ്ങൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയിലുള്ളത് ഒറ്റ ബിന്ദുവിലൂടെ കടന്നു പോകും. ഞാനിവിടെ BCയുടെ മിഡ് പോയിൻ്റ് P എന്നും ACയുടെ മിഡ് പോയിൻ്റ് Q എന്നും ABയുടെ മിഡ് പോയിൻ്റ് R എന്നും മാർക്ക് ചെയ്തു. ഈ വെർട്ടെക്സിൽ നിന്ന് ഈ P മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ഈ ലൈനിന് പറയുന്ന പേരാണ്
മീഡിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ എന്തു പറയും? നടുവര. അതേപോലെ ബിയിൽ നിന്ന് ഞാൻ ഈ ക്യൂവിലേക്കും എന്ത് വരച്ചു? ലൈൻ വരച്ചു. ഇതും ഒരു മീഡിയനാണ്. അതേപോലെ സിയിൽ നിന്നും എ ബിയുടെ മിഡ് പോയിൻ്റായ ആറിലേക്ക് ഞാൻ മീഡിയൻ വരച്ചു അല്ലേ? അപ്പോൾ എ പി മീഡിയനാണ്, ബി ക്യു മീഡിയനാണ്, സി ആർ മീഡിയനാണ്. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക്, മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വരയാണ് മീഡിയൻ. ഇതെല്ലാം ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നില്ലേ? ഇതിന് പറയുന്ന പേരാണ് സെൻട്രോയിഡ്. എന്ന് പറയും. മലയാളത്തിൽ അതിന് മധ്യമ കേന്ദ്രം എന്ന് പറയും. സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം. അപ്പോൾ അതിനെ നമ്മൾ സാധാരണ ജി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഈ ജി എ പിയെ 2:1 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മറ്റൊരു മീഡിയനല്ലേ ബി ക്യു. ബി ക്യുവിനെയും ജി ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു? 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ സി ആറിനെയും ജി 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മിഡ് പോയിൻറ്റും ജിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ വെർട്ടെക്സും ജിയും തമ്മിലുള്ള അകലം. ഇപ്പോൾ എ പിയുടെ ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 2ഉം ഇത് 4ഉം ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ത് വരും? എ ജി ഈസ്റ്റു ജി പി എന്ന് പറയുമ്പോൾ 4:2 എന്ന് വരും. 4:2നെ നമുക്ക് 2 വെച്ച് ചെറുതാക്കാമല്ലോ. അപ്പോൾ 2:1. അതാണ് 2:1 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതായത് മിഡ് പോയിൻറ്റും സെൻട്രോയിഡും തമ്മിലുള്ള അകലത്തിൻ്റെ ഇരട്ടി ആയിരിക്കും സെൻട്രോയിഡും വെർട്ടെക്സും തമ്മിലുള്ളത്. എല്ലാ മീഡിയനിലും അങ്ങനെ തന്നെ. ഈ ഡിസ്റ്റൻസിൻ്റെ ഇരട്ടിയായിരിക്കും ബി ജി. അതേപോലെ തന്നെ ജി ആർ എന്ന് പറയുന്ന ജി ആറിൻ്റെ ഇരട്ടിയായിരിക്കും സി ജി. അതാണ് 2:1 എന്ന റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ എനി ട്രയാങ്കിൾ ഓൾ ദ മീഡിയൻ intersect at a single point and that point divides each median in the ratio 2:1 measured from the vertex. ഇത്രയും കാര്യങ്ങളാണ് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന ഭാഗത്ത് ഉള്ളത്.